بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه وآله بإحسان إلى يوم الدين أما بعد يا رب زين لنا من أمرنا رشدا واجعل معاملتك الحسنى ومعاملتك فلا تكلنا إلى تدبير أنفسنا فالنفس تعجز عن إصلاح ما فسد وللرجاء ثواب أنت تعلمه فاجعل ثوابي مما قصدي سبلا يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله وقال حبيبنا طه رسول الله صلى الله عليه وسلم من أوسع لياليه في يوم عاشوراء أوسع الله عليه سائر أيامه أوسع رسول الله صلى الله عليه وسلم عن الله സന്താനങ്ങളെ ചെറുക്കും പോലെയാണ് ചിത്രങ്ങൾ തിരുമുറ്റിൽ ജാഗ്രത കൊണ്ട് ലക്ഷ്യങ്ങൾ നിറവേറ്റുമ്പോൾ ചെയ്ത പാപങ്ങളെല്ലാം മാഫാക്കിയിടേണ്ടുമ്പോൾ സർവാധികനായ സർവശക്തൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ ഭവനത്തിൽ സ്വലാത്തിന്റെ മജ്‌ലിസിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ കുടുംബസമേതം സ്വർഗീയ ലോകത്ത് സംഗമിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിമിന്റെ പുതുവർഷത്തിലേക്ക് വരവേൽക്കാനിരിക്കുന്ന നമ്മൾ അല്ലാഹു നമുക്ക് കണക്കാക്കിയ ആയുസ്സിൽ നിന്നും ഒരു വർഷം കൊഴിഞ്ഞു പോയിരിക്കുന്നു. കഴിഞ്ഞുപോയ വർഷത്തിലെ പാപങ്ങൾ കേൾപ്പിച്ചാണ് വരാനിരിക്കുന്ന വർഷത്തെ റബ്ബിന്റെ പ്രീതിക്ക് നിരക്കുന്ന വിധം വരവേൽക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയാനല്ല ശിക്ഷ വീരോധത്തോടെ ചെയ്തുകൊണ്ട് സംസാരത്തിൽ നമ്മ കേൾക്കുന്നില്ല. വർക്കത്തിന് വേണ്ടി രണ്ട് വാക്ക് പറഞ്ഞ് വാക്കുകൾക്ക് വിരാമങ്ങൾ അതിന്റെ മുമ്പ് എല്ലാവരെയും إني نذرت الاعتكاف في هذا المسجد لله تعالى ما دمت فيه ഞാൻ ഈ പള്ളിയിൽ ഉള്ളപ്പോഴെല്ലാം അല്ലാഹു തആലയ്ക്ക് വേണ്ടി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യും. കരുതിയല്ലേ നീയത്താണ് പറച്ചിലെല്ലാം അവരുടെ പിതാവിന്റെ നീയത്ത് വെച്ച് കാണും. അയച്ച നീയത്ത് പറവൂടെ അതിന് സവാബ് കൂടും. അയച്ച പറവായി പറവാവുള്ള സുന്നത്തിനേക്കാൾ എത്രയോ പരിഗണം കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ചില ഹിക്മത്ത് പറഞ്ഞതാണ്. അല്ലാഹു തആല ജീവിതത്തിൽ സംഭവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. എങ്ങനെയാണ് ചെയ്തവരുടെ ഉസ്താദ്മാരൊക്കെ ഇല്ല. എന്നാലും ഞാനൊരു അനുഭവം പറഞ്ഞു തുടങ്ങാം. ഖതീബ് വരുന്നത് പ്രതീക്ഷിച്ച് നിൽക്കാനാണ് എല്ലാവരും മത്സര വെച്ച് കഴിഞ്ഞാൽ ഒരു പുതുമയാർന്ന ഷാളോ കോട്ടോ അല്ലെങ്കിൽ കമീസോ ഒക്കെ ഇട്ട് അപൂർവമായി മാത്രം ഖതീബിനെ കാണുന്നത് ആ വേഷത്തിൽ വെള്ളിയാഴ്ച മെമ്പറിലേക്ക് കയറാൻ വരുമ്പോൾ
കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ഖുതുബ നിർവഹിക്കാൻ വേണ്ടി ഖത്തീബ് വന്ന് മുമ്പിൽ കയറി രണ്ടാമത്തെ പടി വെച്ചപ്പോ ഇടനെഞ്ചിൽ നിന്നൊരു വേദന ഓൺ ദി സ്പോട്ടാണ് മുമ്പിൽ മരണപ്പെട്ടുപോണോ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗ്ഗമാക്കുമാറാവട്ടെ. ഇത് ഏതോ ഉഗാണ്ടയിൽ നടന്ന സംഭവമല്ല. വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്ത് പാടിവയൽ എന്ന് പറയുന്ന മഖാമിൽ നടന്ന സംഭവം. പാടിവയലുണ്ടോ അവിടെ? പാടിവയൽ മഖാമിൽ ജോലി ചെയ്തിരുന്ന ഞാൻ കണ്ട പലപ്പോഴും കണ്ട ഖത്തീബാണ്. ഒരു കുഴപ്പമില്ലായിരുന്നു. വെള്ളിയാഴ്ച പൊതുവാദം വേണ്ടി മുമ്പിലേക്ക് കയറി വന്ന രണ്ടാമത്തെ പടിയിലേക്ക് കാലം വെച്ചപ്പോൾ മാറത്തുന്നൊരു വേദന വന്നു. സുബ്ഹാനല്ലാഹ്, സ്പോട്ട് തന്നെ ആ മിമ്പറിൽ മരിച്ചു വീഴുന്നു. ഇത്രയുള്ള മനുഷ്യന്റെ അവസ്ഥ. ഇതിന്റെ ആയുസ്സിലോട് ഒടുവിലത്തെ വെള്ളിയാണ് ഖുതുബ നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറുന്ന ഖത്തീബിനറിയില്ല ഇത് അവസാനം ജീവനോടുകൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിനെ കാണുന്ന അവസാനത്തെ വെള്ളിയാണിത്, അല്ലെങ്കിൽ അവസാനത്തെ ദിവസമാണിതെന്ന് സ്നേഹജനങ്ങൾക്കും അറിയില്ല. മരണമേ നീ എന്നെ പാടി വിളിക്കുന്നു, ഞാൻ നിന്നിൽ ലയിക്കുന്നു. പാടി വിളിച്ചാൽ ഇല്ല, ഞാൻ വരൂല്ല എന്നും പറഞ്ഞു നിൽക്കാൻ പറ്റൂല. മുസ്ലിമിന്റെ അവസാനത്തെ ഹിജറത്തിന്റെ അവസാനത്തെ മാസം അവസാനത്തെ വെള്ളി നമ്മിൽ നിന്ന് പിന്നിട്ട് കഴിഞ്ഞു. ഇത് ആയുസ്സിലെ ഒടുവിലത്തെ വെള്ളിയാക്കി അല്ലാഹു മാറ്റാതിരിക്കട്ടെ. ഇനി അടുത്ത രാവിലേക്ക് അല്ലെങ്കിൽ പുതുവർഷത്തിലേക്ക് കാലൂന്ന് പറയുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ നിശ്ചയമില്ല. ഇന്നലെയാണ് കോഴിക്കോട് ജില്ലയിലെ വള്ളിയാട്ട് യൂസഫ് എന്ന് പറയുന്ന സുഹൃത്ത് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല എന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരെയാണ് നയിക്കുന്നതിന്റെ മുമ്പ് പോലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിട്ടുണ്ട്. വീട്ടിൽ വന്നു വാപ്പനോടും ഉമ്മനോടും പറഞ്ഞു, വാപ്പാ ഉമ്മ എന്റെ മാറത്തുന്നൊരു വേദനയിൽ ഇരുന്നിട്ട് ഞാൻ നയിക്കാന്നാ തോന്നുന്നത്. പറഞ്ഞു തീർന്നിട്ടില്ല. വിവാഹം പോലും കഴിയാത്ത ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ മരണപ്പെട്ടുപോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നല്ല ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. വീട്ടിലേക്ക് താഴ്ചയത്തിന് വേണ്ടി ചെന്ന ആളുകളും ആ ചെറുപ്പക്കാരന്റെ ബാപ്പന്റെ സങ്കടമൊന്നും ആശ്വസിപ്പിക്കാൻ കഴിയാതെ വിക്കി വിക്കി കരുന്ന ബാപ്പന്റെ മുഖമാലോചിച്ച് കണ്ണാറച്ച അനുഭവം പറയുന്നു. നിങ്ങൾ പ്രായമുള്ളവനെന്നോ ചെറുപ്പക്കാരനെന്നോ പ്രസവിച്ച കുട്ടിയെന്നോ ഗർഭപാത്രത്തിലുള്ള മോളെന്നോ മോനെന്നോ ഒന്നും അസ്റായീലിന് വ്യത്യാസമില്ല. അവരെത്തിയാൽ പിടിക്കുക തന്നെ ചെയ്യും. നമ്മളൊക്കെ പറയുമ്പോ 2017 16 നമ്മളൊക്കെ പറഞ്ഞ നമുക്കൊരു വയസ്സ് കൂടിപ്പോയി എന്ന്. ഞാൻ മഹാനായ ഹസനുൽ ബസ്രി സഹാബിമാരിൽ നിന്ന് ദീൻ പഠിക്കാൻ ഭാഗ്യം ലഭിച്ച വലിയ മഹാനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച സഹാബത്ത്, അതുപോലത്തെ 400 സഹാബിമാരിൽ നിന്ന് നേരിട്ട് ദീൻ പഠിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. മഹാനവർ പറഞ്ഞ ഉപദേശമുണ്ട്. സാന്ദർഭികമായി എന്റെ ശരീരത്തോട് ഉപദേശിക്കുന്നു. എന്റെ ശബ്ദം ഗ്രഹിക്കുന്ന മുഴുവൻ സ്നേഹജനങ്ങളോടും ഞാൻ നിങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നു. മനുഷ്യ, നീ അല്പം ദിവസങ്ങൾ മാത്രമാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ നിന്നിൽ നിന്ന് അല്പം മാഞ്ഞുപോയി. മറ്റൊരു ദിവസം കഴിഞ്ഞാൽ നിന്നിൽ നിന്ന് അല്പം തെറ്റുപോയി. ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും നീ മാഞ്ഞു വരുന്നു. നീ തെറ്റുകയില്ലാതെയാവുന്നു. ഒരു ദിവസം കഴിഞ്ഞാൽ അല്പം കഴിഞ്ഞു.
കുറച്ചുകൂടെ കഴിഞ്ഞു, അടുത്ത ദിവസം കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞു. ഇങ്ങനെ അരിഞ്ഞ് മാറ്റി തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. ഇതാ ഒരു വർഷത്തോടെ കഴിഞ്ഞു. ഒരു വർഷത്തിലേക്ക് പാഠമാകാൻ പോവുകയാണ്. ഞാൻ എന്റെ ശബ്ദം തെളിക്കും സന്താനമാനോട് എന്നോട് ചോദിക്കാൻപ്പെട്ടവനല്ല, എങ്കിലും വെറുതെ എന്ന സൗഹൃദത്തിന് വേണ്ടി ചോദിക്കുന്നു. ഈ വർഷത്തിൽ ഇതര വർഷത്തിൽ അവസാന മാസമായ രാവിലേക്ക് കടന്നു. 28 കഴിഞ്ഞു, 29ലേക്ക് കടന്നു. 4 മാസം കണ്ടാൽ ഞായറാഴ്ച മുസ്ലിമിന്റെ പുതുവർഷത്തിലെയാണ്. ഇസ്ലാമിന്റെ ചരിത്ര സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ 2ആയി ഭാഗിക്കാൻ കഴിയും. പകുതി ഭാഗവും നടന്നത് ശുദ്ധ ഒന്നാമത്തെ മാസത്തിന് തന്നെ പേര് കൊടുത്തത് മുഹറം എന്നാണ്. മുഹറം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മഹത്വമായത് എന്നാണ്. എന്റെ ഒന്നാമത്തെ മാസത്തിന് അങ്ങനെ പേര് കൊടുത്തത് ആ വർഷം മുഴുവൻ പവിത്രമാകാൻ വേണ്ടിയാണ്. വർഷം മൊത്തം പവിത്രമാകണം, ശുദ്ധിയായതാണ്. ഹറാമുകളില്ല, തെറ്റുകളില്ല, കുറ്റങ്ങളില്ല, സംഘർഷങ്ങളില്ല, സംഘടനകളില്ല. യുദ്ധം പോലും ഹറാമായ മാസമാണ്. യുദ്ധം പോലും ഹറാമായ മാസം എന്തിനാണ്? ഈ വർഷം മുഴുവൻ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും വർഷമാകണം. അതിനു വേണ്ടിയിട്ട് തന്നെ ഒന്നാമത്തെ മാസത്തിന് പേര് കൊടുത്തത് മുഹറം, പവിത്രമായത് എന്നതാണ്. എന്റെ ശബ്ദം ഗ്രഹിക്കുന്ന ഉമ്മമാരോട്, എന്റെ ശബ്ദം ഗ്രഹിക്കുന്ന സ്നേഹങ്ങളോട് കൂടുതലൊന്നും പറയുന്നില്ല. ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമാണെന്നു. അയ്യുൽ അമാലി ബഅദൽ ഫറായിദി അഫ്ളു യാ റസൂലല്ലാഹ്. ഫർദായ അമലുകൾ കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്?